വിഷയത്തിൽ അപ്പീലിന് ഇല്ല എന്ന നിലപാട് സർക്കാർ സുപ്രീം കോടതിയെ അറിയിക്കും. പ്രവേശന നടപടികൾ സമയബന്ധിതമായി തീർക്കാൻ ബാധ്യസ്ഥരെന്നും നിയമക്കുരുക്കിലേക്ക് പോയാൽ പ്രവേശനം വൈകുമെന്നും സർക്കാർ സുപ്രീം കോടതിയെ അറിയിക്കും. വിവരങ്ങളുമായി ലീഗൽ ഡെസ്കിൽ നിന്ന് ഷപ്ന ചേരുന്നു. ഷപ്ന, കേരള സംസ്ഥാന സിലബസ് വിദ്യാർത്ഥികൾക്ക് ഇതിൽ നഷ്ടം സംഭവിക്കും എന്ന അഭിപ്രായം ഉണ്ടായിരിക്കെ തന്നെ അപ്പീലിനില്ല എന്ന നിലപാടാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത് സുപ്രീം കോടതിയിൽ. എന്തൊക്കെ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരണമായി സർക്കാർ കോടതിയെ അറിയിക്കുന്നുണ്ട്? ലക്ഷ്മി, സർക്കാരിന്റെ പ്രധാനമായും സർക്കാർ ഇന്ന് കോടതിയെ അറിയിക്കുക ഇത്തരത്തിൽ റാങ്ക് പട്ടിക പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു, പുനഃക്രമീകരിച്ചു കഴിഞ്ഞു. ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് വിധി വരെ സർക്കാർ കാത്തു. ഡിവിഷൻ ബെഞ്ച് വിധിയെ തുടർന്ന് അത് അംഗീകരിക്കുകയും തുടർന്ന് പട്ടിക പുനഃക്രമീകരിക്കുകയും ചെയ്തു. ഇനിയും ഇത്തരത്തിൽ നിയമപ്രശ്നങ്ങളിലേക്ക് പോയാൽ ഈ പട്ടിക വീണ്ടും പുനഃക്രമീകരിക്കുകയോ അല്ലെങ്കിൽ ഇത്തരം പ്രവേശനം അടക്കമുള്ള കാര്യങ്ങൾ നീണ്ടുപോവുകയോ ചെയ്യും. അത് കുട്ടികളുടെ ഭാവിയെ ബാധിക്കും. അതോടൊപ്പം തന്നെ സർക്കാരിന് നിയമപരമായി ഈ പട്ടിക പൂർത്തീകരിക്കുകയും പ്രവേശന നടപടികൾ എത്രയും വേഗം പൂർത്തീകരിക്കുകയും വേണം. സമയബന്ധിതമായി പൂർത്തീകരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ഇത്തരത്തിലൊരു നിയമപ്രശ്നത്തിലേക്ക് പോകാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് സർക്കാർ അപ്പീൽ നൽകുന്നില്ല എന്ന നിലപാടായിരിക്കും സർക്കാർ അറിയിക്കുക. പക്ഷേ കോടതി ഏതെങ്കിലും തരത്തിൽ ഈ വിഷയത്തിൽ ഇടപെട്ടാൽ ആ രീതിയിൽ നിലപാട് സർക്കാർ അറിയിക്കുകയും ചെയ്യും. കാരണം അടുത്ത വർഷം മുതൽ ഇത്തരത്തിൽ ഈ പുനഃക്രമീകരണം പ്രാവർത്തികമാക്കണം എന്ന് തന്നെയാണ് സർക്കാരിന്റെ നിലപാട്. അതും കോടതിയെ അറിയിക്കും. ഏതായാലും ഈ വർഷം ഇനിയിപ്പോൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചും ഇടപെട്ട സാഹചര്യത്തിൽ ഇനി കൂടുതൽ സമയം നീട്ടിക്കൊണ്ടു പോകാൻ സാധിക്കില്ല എന്ന നിലപാടായിരിക്കും സർക്കാർ അറിയിക്കുക. പക്ഷേ ഈ കേരള സിലബസിൽപ്പെട്ട വിദ്യാർത്ഥികൾ നൽകിയിരിക്കുന്ന ഹർജിയിൽ എതിർവാദമായിരിക്കും ഉണ്ടാകുക. തീർച്ചയായും. എന്തായിരിക്കും കേരള സിലബസ് വിദ്യാർത്ഥികൾ നൽകിയ ഹർജിയിൽ കോടതി പറയുക എന്നതാണ് ഏറ്റവും ആകാംക്ഷ നിറഞ്ഞ കാര്യം ഈ വിഷയത്തിൽ.